ഈ സുവർണാവസരം കാത്തിരിക്കുന്നവർക്കൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. വിശ്വാസവും സാമൂഹിക പരിഷ്കരണവും ഒരുപോലെ കൊണ്ടുപോകണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. അത് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്തും അതേ നിലപാട് തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അന്നത്തെ ഓരോ നിലപാടുകൾ നോക്കിയാൽ അന്നത്തെ ഹിന്ദു ആചാരങ്ങൾ പിന്തുടരാത്തവരെ, ദൈവവിശ്വാസമില്ലാത്തവരൊന്നും ശബരിമലയിൽ പ്രവേശിക്കരുത്, വിശ്വാസികളുടെ പ്രായം പരിഗണിക്കാതെ ശബരിമലയിൽ കയറ്റണം. ഇതാണ് അച്യുതാനന്ദൻ അന്ന് പറഞ്ഞ വ്യക്തമായ കാര്യം. അതുതന്നെയാണ് പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം എന്താ പറയുക, ആ സത്യവാങ്മൂലത്തെ തന്നെയാണ് പിന്തുടർന്നത് എന്നുള്ളതാണ്. അതിനേക്കാൾ അപ്പുറം വേറെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. വാദം വരുന്ന സമയത്ത് കേരള സർക്കാരിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എന്താണോ അച്യുതാനന്ദൻ സർക്കാർ പറഞ്ഞിരിക്കുന്ന നിലപാട്, അച്യുതാനന്ദൻ സർക്കാർ പറഞ്ഞിരിക്കുന്ന നിലപാടെന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ അന്ന് ഭരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാവാണെന്നും കൂടി ഓർക്കണം കേട്ടോ. ആ നിലപാട് തന്നെയാണ് പിന്നീട്, കാരണം ആ നിലപാട് ഒരു സ്വതന്ത്ര സംവിധാനം എന്നുള്ള നിലയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സംവിധാനത്തെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ തിരിച്ചടി കിട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളും അല്ല ഞാൻ. കാരണം അങ്ങനെ തിരിച്ചടി കിട്ടിയിരുന്നെങ്കിൽ 2019 ഈ പറയുന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന് പറയുന്ന ട്രെൻഡിലേക്ക് കേരളം വന്നതുകൊണ്ട് മാത്രം അത്രയധികം ഈ കനലൊരു തരി എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് മാറി എന്നുള്ളതിനേക്കാൾ അപ്പുറം വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനുശേഷം 2025 ഇലക്ഷൻ വന്നു, 2021 ഇലക്ഷൻ വന്നു, 2019 കഴിഞ്ഞ് 2021 ആയിരുന്നല്ലോ ശരിക്കും നിയമസഭാ ഇലക്ഷൻ. നിയമസഭാ ഇലക്ഷനിൽ 99 സീറ്റിലേക്ക് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ പറയുന്നത് പോലെ ശബരിമല ഒരു വലിയ, കാരണം കേരളത്തിലെ ജനങ്ങളെ ആരും അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതെന്നേ. കേരളത്തിലെ ജനങ്ങളെ കുറിച്ചിട്ട് എന്താണ് വിശ്വാസമെന്നും ഏത് രീതിയിലാണ് വിശ്വാസം കൈകാര്യം ചെയ്യേണ്ടതെന്നും ഏത് രീതിയിലാണ് വിശ്വാസത്തെ മുതലെടുക്കുന്നത് ആരാണെന്നും ഒക്കെ നല്ല ധാരണയുള്ള ജനങ്ങളാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അവരെയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഒരു ശബരിമല ഈ ഗുജറാത്തിലും മധ്യപ്രദേശിലും ആന്ധ്രയിലൊക്കെ നടക്കുന്ന പോലെ ഒരു വിശ്വാസത്തെ കൊണ്ടുവന്നിട്ട് ഒരു മതവിശ്വാസം ഇളക്കി വിട്ടിട്ട് കേരളത്തിൽ ഭരണം പിടിക്കാമെന്ന് വിചാരിക്കുന്ന അത്രയും വലിയ മണ്ടന്മാരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് BJP വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കേരളത്തിലൊരു സുവർണാവസരം കിട്ടിയിരിക്കുന്നു, ഇത് നമ്മൾ മുതലെടുക്കൂ എന്ന് വിചാരിച്ചിട്ട് ശബരിമലയിലേക്ക് സമരം നടത്തിയ, പന്തപ്പുളത്തിൽ കൊടുത്തി സമരം നടത്തിയതും റോഡുകൾ മുഴുവൻ ജപഘോഷയാത്ര നടത്തിയതും ഒരു സീറ്റിൽ പോലും BJPക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞോ? ഒരു സീറ്റിൽ പോലും വന്നില്ലല്ലോ. ഒരു സീറ്റ് 140 മണ്ഡലമുള്ള കേരളത്തിൽ ഒരു സ്ഥലത്ത് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്നാലോ 2025 ഈ ഒരു സമയത്തും ഇല്ലാത്ത സ്ഥലത്ത് സുരേഷ് ഗോപി ജയിച്ചല്ലോ. അന്ന് ശബരിമല മുന്നോട്ട് വെച്ചിട്ടാണോ? തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ശബരിമല മുന്നോട്ട് വെച്ചിട്ടാണോ? അപ്പം കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് മതവികാരം ഇളക്കി വിട്ടുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാം എന്ന് ആര് വിചാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടെന്ന് ഒരിക്കലും ആര് വിചാരിക്കേണ്ട കാര്യമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു സുവർണാവസരമാണ്. കാരണം കേരളത്തിൽ 9 വർഷമായിട്ട് 10 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒരു ആരോപണം പോലും പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാസർഗോഡ് തുടങ്ങി ജാഥ വരികയാണ്, ഇവിടെ ഏകദേശം മലപ്പുറം പാലക്കാട് ജില്ലയിലെത്തിയിട്ട് ശബരിമലയല്ലാതെ വേറൊരക്ഷരം ഉണ്ടെന്ന് നമ്മൾ കാണുന്നില്ല. 2 കാര്യം പറയുന്നുള്ളൂ. ഒന്നെന്താണ് ശബരിമലയിലെ സുവർണാവസരവും, രണ്ടാമത്തത് കുറേ ആൾക്കാരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരും. അതിനെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? വിസ്മയോ സുവർണാവസരം വെച്ചിട്ട് മാത്രം മുന്നോട്ട് വരികയാണ്. അല്ലാതെ അഴിമതിയുണ്ടോ കേരളത്തിൽ, സ്വജനപക്ഷപാതം നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിൽ വികസനം നടന്നിട്ടില്ല, എങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശബരിമല ഈ ഇലക്ഷനെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് ആരൊക്കെ വിചാരിച്ചിട്ടുണ്ടോ അവരായിരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാരെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കേൾവിയുടെയും കാഴ്ചയുടെയും കുറച്ച് പ്രശ്നമുണ്ട്. എല്ലായിടത്തും ആളുകളിൽ നിന്ന് കേൾക്കുകയും അതുണ്ടാവുന്നേ. അത് മലപ്പുറം അങ്ങനെ കണ്ടാൽ മതി. മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കാസർഗോഡ് ജില്ലയും എന്നൊക്കെ പറയുന്നത് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും അസ്തിത്വമുള്ള ജില്ലകളാണ്. ആ സ്ഥലത്തെ ആളുകളുടെ ബഹളം കണ്ടിട്ട് ഇതാണ് കോൺഗ്രസിൻ്റെ ആരവം എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ ആരവമായി ഞാൻ കാണുന്നില്ല. നിങ്ങൾ പാലക്കാട് ജില്ലയിൽ കാണിച്ചു തരണം, നിങ്ങൾ കൊല്ലത്ത് കാണിച്ചു തരണം, നിങ്ങൾ തിരുവനന്തപുരത്ത് കാണിച്ചു തരണം, നിങ്ങൾ ആലപ്പുഴയിൽ കാണിക്കണം. അവരൊക്കെ അവിടെ എന്താണ് അതാ പറഞ്ഞേ. ഉണ്ടാവാറില്ല. കാരണം ലീഗിന് 22 MLA-മാരുണ്ടല്ലോ. കോൺഗ്രസിന് വേണ്ടല്ലോ. കോൺഗ്രസിൽ 1-2 MLA-മാരുണ്ട്. എത്രയുണ്ട്? 1-2. പക്ഷെ ലീഗിനുണ്ടെന്നേ. മലപ്പുറം ജില്ലയിൽ ലീഗിന്റെ അത്രയും വേറെ ഏതെങ്കിലും പാർട്ടിക്കുണ്ടോ? അവിടെ നടത്തുന്നത് CPI സെപ്പറേറ്റ്, LDF നടത്തുന്ന പോലെ CPI-ന്റെയും കേരള കോൺഗ്രസിന്റെയും CPM-ന്റെയും പരിപാടി നടത്തുന്ന പോലെ അല്ല. എറണാകുളം മുതൽ ഇങ്ങോട്ടാണ് കോൺഗ്രസിന് മുഴുവൻ സീറ്റുകളുള്ളത്. കോൺഗ്രസിന്റെ കുത്തക മണ്ഡലങ്ങൾ നിയമസഭാ സീറ്റുകളുടെ ആകെ 19 സീറ്റല്ലേ കോൺഗ്രസിനുള്ളൂ. എത്ര? 19 സീറ്റില്ലേ? എറണാകുളം വരെ 7,
ഏതാ? എറണാകുളം വരെ 7. എറണാകുളത്ത് എത്രയുണ്ട്? എറണാകുളം വരെ 7. എറണാകുളത്ത് എത്രയുണ്ട്? എറണാകുളം മുതൽ ഇങ്ങോട്ടാണ് സീറ്റ്. അതെ പറഞ്ഞ എറണാകുളം വരെയും എറണാകുളം കൂടെ കൂട്ടിയാൽ മതി. അത്ര തന്നെ ഉള്ളൂ, വേറെ ഒരു കാര്യമായിട്ടില്ല. അതാണ് പറയേണ്ടത്. അങ്ങ് പറഞ്ഞത് കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും ഒക്കെ ഉള്ള ആളെ അതെ, അങ്ങനെ വരുള്ളൂന്നേ ഞാൻ പറയുന്നത്. അങ്ങനെ അതിനെ കണക്കാക്കേണ്ട കാര്യമുള്ളൂ. കാരണം എന്താണ്? അങ്ങനെയാണ് കൂടുതൽ സീറ്റുള്ള തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ കൂടുതൽ ആള് വരില്ല. വന്ന് കാണിച്ചതാ മതി. ഞാൻ അതാണ് പറയുന്നത്. എന്തിനാണെന്ന് ഇത്ര വെപ്രാളം? കേരളത്തിലേക്ക് അധികാരത്തിൽ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഞാൻ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ച പോലെ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന ഇവർക്ക് വിഷയമല്ല. അല്ലല്ല, പ്രതിപക്ഷം ചോദിച്ചാൽ രാഹുൽ ഗാന്ധി മിണ്ടണം, എന്ത് ചോദിച്ചാലും പ്രതിപക്ഷ നേതാവ് മിണ്ടണം. സർക്കാർ കേരളത്തിലെ MP ആയ പ്രിയങ്ക ഗാന്ധിയുടെ ശബരിമലയുടെ അഭിപ്രായം എന്താ? പറ. ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടിയുടെ മറുപടിയാണ് കേരളത്തിന്റെ MP ആയ രാഹുൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രതിപക്ഷം മിണ്ടാത്തത് ഇത് വിചിത്രമായ ലോകമാണ്. പ്രതിപക്ഷം മിണ്ടിയാലേ സർക്കാരിന് മിണ്ടാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈവെള്ളയിൽ അവാർഡ് വെച്ചു കൊടുത്ത കർഷകനാണ് ആത്മഹത്യ. സ്വതന്ത്ര സംഘടനയാണ്. ഡിവൈഎഫ്ഐക്ക് രാഷ്ട്രീയ ഭേദമില്ലാതെ സമരം ചെയ്യാൻ അറിയാം എന്നൊക്കെയായിരുന്നല്ലോ പറയുന്നത്. കർഷകാത്മഹത്യയിൽ സമരമില്ലേ? അടുത്ത അധികാരത്തിൽ വരുന്നത് കോൺഗ്രസ് എന്ന പ്രശ്നമല്ല. അതുകൊണ്ട് കോൺഗ്രസ് ഞങ്ങളാണ് 100 സീറ്റിന് മേലെ അധികാരത്തിൽ ഞങ്ങളാണ് 100 സീറ്റിന് മേലെ അധികാരത്തിൽ വരുന്നത്. വായിക്ക് വാങ്ങാൻ പറയുന്ന ശബരിമല മാത്രമേ പ്രശ്നമുള്ളൂ. വാരണാസിയിലല്ല ഗാന്ധി കുടുംബം MP ആയിട്ടിരിക്കുന്നത്, കേരളത്തിലെ വയനാട്ടിലാണ്. ഈ വയനാട്ടിലായിരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ അഭിപ്രായം കേട്ടാ കൊള്ളാം. ഈ രാഹുൽ ഗാന്ധിയുടെ സഹോദരിയുടെ അഭിപ്രായം കേട്ടാ കൊള്ളാം. സഹോദരിയായിട്ടല്ല, പാർലമെന്റിൽ കൃത്യമായ മോദിക്ക് കൃത്യമായ ചുട്ട മറുപടി. ശബരിമല വിഷയത്തെ അഭിപ്രായം പറഞ്ഞേ. ശബരിമല വിഷയത്തെ അഭിപ്രായം പറ. ശബരിമല 4 വോട്ട് പറഞ്ഞിട്ട് ഇതൊക്കെ ചോദിക്കുന്നേ. സർക്കാർ സുപ്രീം കോടതി പറഞ്ഞോളും. ഈ കോൺഗ്രസ് അഭിപ്രായം പറയാം. ജനങ്ങളുള്ള സുപ്രീം കോടതിയാണല്ലോ ഇപ്പൊ കേസ് പരിഗണിക്കുന്നത്. സുപ്രീം കോടതിന് മുന്നിൽ അഭിപ്രായം പറഞ്ഞു. കോൺഗ്രസ് ആരോട് അഭിപ്രായം പറയും? കോൺഗ്രസ് ആരോട് അഭിപ്രായം പറയും? സമുദായ നേതാക്കന്മാരല്ല ഞാൻ പറയുന്നേ. സമുദായ നേതാക്കന്മാരുടെ തിണ്ണ തിരങ്ങില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് പഴയതല്ല. ഞങ്ങൾ സമുദായ നേതാക്കന്മാരുടെ നേരെ വിളിച്ച് കാറി കയറ്റി കൊണ്ടുപോകും. നേരെ വിളിച്ച് കാറി കയറ്റി കൊണ്ടുപോകും. അതാണ് പറയുന്നത്. ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പറഞ്ഞ ഏക നേതാവിന്റെ പേര് പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹമാണ് രാത്രി പറയാതെ ചെയ്ത കുഴപ്പമില്ല അല്ലെ? പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. പറയാതെ ചെയ്ത കുഴപ്പമില്ല, പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. വാക്കും പ്രവൃത്തി ഒന്നാവണ്ടേന്ന്. അത് പ്രവൃത്തി വിചാരിക്കാൻ പറ്റില്ല. വാക്കും പ്രവൃത്തി ഒന്നാവണ്ടേ. ഇല്ലാത്ത ഒരു പ്രത്യേകതരം കേരളത്തിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അധികാരത്തിൽ വരാൻ എന്തും പറയും. 4 വോട്ടിന് വേണ്ടി 4 വോട്ട് നിലപാട്. ഈ വിഷയത്തില് 4 വോട്ടിന് വേണ്ടിയല്ലേ കോൺഗ്രസ് ഉന്നയിക്കുന്നത്? ആയിക്കോട്ടെ, സ്ത്രീ പ്രവേശ വിരുദ്ധമാണ് അവരുടെ നിലപാട്. അന്നും ഇന്നും അത് തന്നെയാണ്, മാറ്റമില്ലെന്നേ. നിങ്ങൾ ഈ മാറ്റം കാണിച്ചത് നിങ്ങൾ ആദ്യം നിലപാട് പറ. എങ്ങനെ? അല്ല, ഈ നിലപാടാണ് ഏറ്റവും വലിയ പ്രശ്നം. നിലപാട് പ്രശ്നം തന്നെ. അപ്പൊ എല്ലാ വിഷയത്തിലും നിലപാടുണ്ട്. ശബരിമലയിൽ
സർക്കാരിന്റെ നിലപാട് മാത്രമേ പ്രശ്നമുള്ളൂ. അതെ. കോൺഗ്രസിന്റെ നിലപാട് പ്രശ്നമല്ല. അത് ഏത് നിലപാട് നിങ്ങൾ ശബരിമല മാത്രമല്ല, നിങ്ങൾ ഏത് വിഷയം എടുത്താലും നിങ്ങൾ ആദ്യം പറയുന്നത് കാർഷിക മരിച്ചാൽ ആദ്യം പറയുന്നത് പ്രതിപക്ഷ നേതാവാണല്ലോ. ശബരിമലയിലെ നിലപാടെന്ന് പറ. പറഞ്ഞില്ലേ, ഇതെന്താ നിങ്ങൾക്ക് ഉത്തരവൊന്നും കേൾക്കുന്നില്ലേ? അതെന്താ നിങ്ങൾ ഉത്തരം കേൾക്കുന്നില്ലേ? ആചാരത്തിനനുസരിച്ചായിരിക്കും യുവതി പ്രവേശം അനുവദിക്കേണ്ടതില്ല എന്ന് തന്നെയാണുള്ള ഒരു നിലപാട്. എന്താണ് ഒളിച്ചു കളിയില്ലല്ലോ, ഒളിച്ചു കളിയില്ലല്ലോ. ബിരാജി പറഞ്ഞെന്താ? എന്താ ബിരാജീവ് എന്താ രാജീവ് പറഞ്ഞത് ഒരു ഈ കമ്മീഷൻ ഓഫ് സ്കോളേഴ്സ് എന്ന് പറയുന്ന ഈ വിദഗ്ധന്മാരെ ഉൾപ്പെടുത്തിയ ഒരു സമിതി രൂപീകരിക്കണം എന്ന നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാർ. അല്ല, പി രാജീവ് പറഞ്ഞോളൂ. അല്ലല്ല, പി രാജീവ് ദീർഘമൊന്നല്ല, ഒറ്റ വാക്കിൽ തീരും. എന്താ എന്ത് വിശ്വാസവും സാമൂഹ്യ പരിഷ്കരണവുമായി ഒപ്പം മുന്നോട്ട് പോകും. അതാണ് സുപ്രീം കോടതി ഈ ഭരണഘടനാ ബെഞ്ച് ഈ പറഞ്ഞ 5 അംഗ ബെഞ്ചിൽ നിന്ന് വിട്ടിട്ട് അതിനകത്ത് സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കുന്നു ആ നിലപാടാണ് സർക്കാരിനത്. സുപ്രീം കോടതിയിൽ ആ നിലപാട് സുപ്രീം കോടതി എടുത്ത നിലപാടെടുത്ത് നടപ്പാക്കുക മാത്രമല്ല ചെയ്തിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയും നവോത്ഥാന സമിതി മതിൽ തീർത്തവർ നിലപാട് പറയണം, പറഞ്ഞേ പറ്റൂ. സ്മൃതി മാഡം, ആ ഉത്തരവിട്ട സുപ്രീം കോടതി തന്നെ അത് പുനഃപരിശോധിക്കുകയാണ്. അതല്ലേ കാണുന്നത്? അത് നിങ്ങൾ ആരും കാണുന്നില്ലേ? സുപ്രീം കോടതി ശബരിമലയിൽ അങ്ങനെയല്ല, ശബരിമലയിൽ പുനർവിചാരം തോന്നിട്ടല്ല ഹർജികൾ. അപ്പൊ അത് കേട്ടിട്ട് മറുപടി പറഞ്ഞോളൂന്ന്. അതിന് മുന്നേ എന്തിനാ തോക്കി കയറി വെടിവെക്കുന്നത്? കേരളത്തിൽ സമാധാന അന്തരീക്ഷം വേണോ? അത് ശരി, സമാധാന അന്തരീക്ഷം ആരാണ് തകർത്തത്? അല്ല, സുപ്രീം കോടതി തകർത്താന്ന് പറയോ? അങ്ങനെയാണ് സുപ്രീം കോടതി ചോദ്യം ചോദിക്കുന്നവരൊക്കെ കേരള വിരുദ്ധരാണ് എന്ന് പറയുന്ന ചാപ്പക്കുത്തി അങ്ങനെയൊന്നുമില്ലാന്ന്. എന്ത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. കേട്ടാലേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുള്ളൂ. സമാധാനത്തിന് വേണ്ടിയാണ് സർക്കാർ നിലവിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. വ്യക്തമാണ്. അത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സംസാരിച്ച ഒരാളാണല്ലോ. ഞാൻ പറഞ്ഞത് നിലവിൽ ഈ സർക്കാർ നിങ്ങളുടെ ഒരു അഭിപ്രായം ഒറ്റവാക്കിൽ രേഖപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ കേരള വിരുദ്ധരാണ്. ശബരിമല കേസ് സുപ്രീം കോടതിയിൽ വരുമ്പോൾ സുപ്രീം കോടതി സർക്കാരിനോട് ചോദിച്ചിട്ടില്ല എന്താണ് നിങ്ങളുടെ നിലപാട് മാറ്റിയൊന്നും ചോദിച്ചിട്ടില്ല. പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ നിലപാട്. ഒരു വലിയ രാഷ്ട്രീയ ചോദ്യം ഉണ്ടാവില്ല അല്ലേ? രാഷ്ട്രീയ ചോദ്യം നിങ്ങൾക്ക് മാത്രമേ പാടുള്ളൂ. മറുപടി പറഞ്ഞാൽ പോലെ അത്രയും സമയമില്ല എന്ന് തന്നെയാണ് നമുക്കിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വാർത്ത. സമയമില്ല എന്നറിഞ്ഞപ്പോഴുണ്ടായ ആ ചോദ്യം സ്വാഭാവികമായ ചോദ്യമാണ്. മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇത് നേരെ പ്രതിപക്ഷത്തിൽ നിന്ന് വന്ന ചോദ്യമല്ല. ഉത്തരത്തിൽ അല്ല, മാധ്യമങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ടെന്ന് ഈ കോൺഗ്രസ് നിലപാടും കൂടെ പറഞ്ഞാൽ മതിയാ കൂടെ. കോൺഗ്രസ് പറഞ്ഞില്ലേ, നിലപാട് പറഞ്ഞില്ലേ? രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല, രാഹുലിനോട് പോയി പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടില്ല. നേരെ നിങ്ങൾ രാഹുൽ എല്ലാ കാര്യങ്ങളും രാഹുലും പ്രിയങ്ക പറഞ്ഞിട്ട് ഇവിടെ പിണറായി വിജയൻ